ഒൻപതാം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിന്ദി എടുത്തുകൊണ്ടിരുന്നത് പുൽ ബനീത്തി മാ അല്ലേ? ഇതിൽ ആദ്യത്തെ ഒരു പേജ് കഴിഞ്ഞായിരുന്നു. ഇതിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് മാം കെ ബാർ ബാർ കഖിനേക്കോ ഹം മാൻകർ ചലത്തെ രഹെ ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത് और अपनी हर आवाज़ में धीरे धीरे दौड़ती रही माँ അല്ലേ? അമ്മ അവസാനം എന്ത് ചെയ്തു? അമ്മ അവസാനം ക്ഷീണിച്ചുകൊണ്ടേയിരുന്നു. ഹമേ മാലൂം ഹുവാ കി മാം കാ ബുട്ടാപ്പെ കി ഓർ ബഡ്തി ഹേ അല്ലേ? ഞങ്ങൾക്ക് തോന്നി അമ്മ വൃത്താവസ്ഥയിലേക്ക് നീളുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ബാക്കി നോക്കിയോ. ഹാത്തോം ഹാത്ത് രഗത്തി മാം. ഹാത്തോം ഹാത്ത് കൈത്താങ് അല്ലേ? അമ്മ ഞങ്ങൾക്ക് കൈത്താങ്ങാകുകയായിരുന്നു. എനിക്ക് ഏക് ദിൻ ഹമാര കന്തോമേം ആ ഗയി. ഏക് ദിൻ ഒരു ദിവസം ഹമാരെ കന്തോമേൻ അല്ലേ? കന്തോമേ ആ ഗയി അമ്മ ഞങ്ങളുടെ തോളിലായി. ധീരെ ധീരെ മക്സൂസ് കർണ ലഗേ. മക്സൂസ് കർണ ടു ഫീൽ തോന്നുക. മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. എന്താണ്? അപ്പനെ വൃക്ഷഭ കന്തോമേം. വൃക്ഷബന്ധം എന്ന് പറഞ്ഞാൽ ശക്തമായ തോൾ. വൃക്ഷഭ കന്തോമേം വൃക്ഷഭ കന്തോമേൻ ശക്തമായ തോളുകൾക്ക് മാം കാ ഭാരി ഹോന. ഞങ്ങളുടെ ശക്തമായ തോളുകൾക്ക് അമ്മ ഒരു ഭാരമായി അനുഭവപ്പെടുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അമ്മ ഭാരമുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ശരിയല്ലേ? അർത്ഥം മനസ്സിലായല്ലോ. അതായത് ബച്ചോങ്കി പ്രതി മാം बच्चों प्रति प्यार और दुलार से रखने वाली माम एक दिन बच्चों के आश्रय में आ गई. बच्चों के आश्रय में आ गई. धीरे धीरे बच्चों को कंधों में माम बोझ बन गई അല്ലേ? അർത്ഥം മനസ്സിലായല്ലോ. അമ്മ ഞങ്ങൾക്ക് കൈത്താങ്ങുകയായിരുന്നു. ഒരു ദിവസം അമ്മ ഞങ്ങളുടെ തോളിലായി. മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. എന്താണ്? ഞങ്ങളുടെ തോളുകൾക്ക് അമ്മ ഭാരമുള്ളതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. മനസ്സിലായല്ലോ? ഈ മീനിങ് മനസ്സിലായല്ലോ. അടുത്തിന് നോക്കിയോ. ജബ് തക് ജീവിത രഹി മാം ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ധേ മാം ആഖിർ മാം ഹി തോ ഹേ അല്ലേ? ജബ് തക് ജീവിത രഹി മാം. ജബ് തക് ബൂട്ടെ മാം അല്ലേ? ജീവിത രഹി അതാണ് ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ധേ. ഞങ്ങൾ ബദലിനു ചേഞ്ച് മാറുക. അപ്പൻ അല്ലേ? അപ്പനെ കന്ന് ഞങ്ങൾ തോളുകൾ. ഞങ്ങളുടെ തോളുകൾ ഞങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു അല്ലേ? അതായത് ജബ് തക് ബുട്ടി മാം ജീവിത രഹി മാം കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ഹം ബാൻകർ ചെലുത്തി എന്നാണ് മീനിങ് ഇല്ലേ? അമ്മയുടെ ഉത്തരവാദിത്തം, അമ്മയുടെ സംരക്ഷണം ഞങ്ങൾ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് അർത്ഥം. ഹം ബദൽത്തെ രഹേ അപ്പനെ കന്തേ. എന്നാലും മാം ആക്കിർ മാം ഹി ഹേ. അമ്മ തന്നെയാണ് അല്ലേ? അമ്മ തന്നെയാണ് എന്നാണ് അർത്ഥം. മൂന്ന് പേരുടെ മീനിങ്. ജബ് തക് ജീവിത രഹേ ഹി മാം ഹർ ബദൽത്തെ രഹേ അപ്പനെ കന്തേ മാം ആക്കിർ മാം ഹി തിഹോ അല്ലേ? അതായത് മാം ആക്കിർ മാം ഹി തീഹോ അല്ലേ? ഇവിടെ തന്നെ അതിലുണ്ട് മാം ആക്കിർ മാം ഹി തീഹോ. ഇസ്സെ അപ്പനി ക്യാ സമച്ച. അതായത് മാം ഹമേശ അമ്മ എപ്പോഴും നമുക്കറിയാം മക്കളുടെ നന്മയാണ് അമ്മ ആഗ്രഹിക്കുന്നത് അല്ലേ? അതിനുവേണ്ടി അവർ എന്ത് ത്യാഗത്തിനും തയ്യാറാകുന്നു. മാ അപ്പനി അല്ലേ? മാം ഹമേശ അപ്പനെ ബച്ചോं की भलाई के लिए चाहता है അല്ലേ? അതാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അതാണ് മാം ആക്കിർ മാം ഹി തോ എന്ന് പറയാൻ കാര്യം. മനസ്സിലായല്ലോ. അടുത്ത വരി. ബാർ ബാർ ഹമേം കന്തേ ബദൽത്തെ ദേഖ്. ബാർ ബാർ വീണ്ടും വീണ്ടും. ഹം കന്തേ ഞങ്ങൾ, ബദൽത്തെ അല്ലേ? ഞങ്ങളിങ്ങനെ തോള് മാറുന്നത് കണ്ടപ്പോൾ ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം. അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിങ്ങനെ തോളുകൾ ഇങ്ങനെ മാറുന്നത് കണ്ടപ്പോൾ അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങി. और माम के कंधों से उधरती ही അല്ലേ? കന്തോം സെ ഉദർന്ന എന്ന് പറഞ്ഞാൽ ആശ്രയം ഇല്ലാതാകുക അല്ലേ? കന്തോം സെ ഉദർത്തെ ഹി ഉദർ ഗയി ഹമാരെ കന്തേ. അതായത് തുടർച്ചയായി
ഞങ്ങൾ തോളുകൾ ഇങ്ങനെ മാറുന്നത് കണ്ട് അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിങ്ങനെ തോളുകളിങ്ങനെ മാറി മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങി. ഉദർ ഗയേ ഹമാരേ കന്ദേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? വളരെയധികം ക്ഷീണിതരായി ഞങ്ങൾ. മനസ്സിലായില്ലേ? കന്ത ഉദർന്ന എന്ന് പറഞ്ഞാൽ ആശ്രയം ഇല്ലാതാകുക. മാംഗി അതായത് അമ്മയുടെ മരണശേഷം ഞങ്ങൾ എന്ത് ചെയ്തു? മാംഗി മൃത്യുക്കെ ബാദ് ഹം നിരാശ്രയി ബൻ ഗയേ. ഇല്ലേ? അമ്മയുടെ മരണശേഷം ഞങ്ങൾ നിലാരംഭരായി അല്ലെങ്കിൽ ആശ്രയമില്ലാത്തവരായി മാറി. ഉദർ ഗയേ ഹമാരേ കന്ദേ. ഇല്ലേ? ഞങ്ങളുടെ തോളുകൾ ക്ഷീണിതരായി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തോളിൽ നിന്ന് അമ്മ എന്ത് ചെയ്തു? ഇറങ്ങി. ഞങ്ങൾ ആശ്രയമില്ലാത്തവരായി മാറി. അവരൊന്ന് നോക്കിയോ. ഹം ജബ് തക് ജീവിത രഹി മാം ഹം ബദൽത്തെ രഹേ അപ്പനെ കന്ദേ മാം ആക്കിർ മാം ഹി ഹേ മാം ഹി തോ ഹേ. മനസ്സിലായല്ലോ? ജബ് തക് ബ്യൂട്ടി മാം ജീവിത രഹി മാം കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ഹം ബാൻകർ ചലത്തി തി. അല്ലേ? അതായത് മാം ഹമേശ മാം ഹി ഹേ. ബാർ ബാർ ഹമേ കന്ദേ ബദൽത്തെ ദേഖർ ബാർ ബാർ. അല്ലേ? ഹം കന്ദേ ബദൽത്തെ ദേഖർ മാം ഹമാരെ കന്തോം സെ ഉദർ ഗയി. അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങി. ആർ മാം ഗയി കന്തോം സെ ഉദർനെ ഹി. അല്ലേ? അമ്മ ഞങ്ങൾ തോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉദർ ഗയി ഹമാരെ കന്തേ. ഞങ്ങളുടെ തോളുകൾ ഞങ്ങൾ ക്ഷീണിതരായി. അതായത് തുടർച്ചയായിട്ട് ഞങ്ങളിങ്ങനെ അമ്മയെ ചുമക്കുന്നത് കണ്ടപ്പോൾ അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങി. അതായത് മാംഗി മൃത്യുക്കെ ബാദ് ഹം നിരാശ്രയി ബൻ ഗയേ. അമ്മയുടെ മരണശേഷം ഞങ്ങൾ നിരാശരായി മാറി. അപ്പോൾ ഇതാണ് ഈ കവിതയുടെ മീനിങ്. ഈ കവിത 2 തവണ വായിക്കണം. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് നോട്ട്സ് കൂടെ തരികയാണ്. ആദ്യമായിട്ട് ഒരു പോസ്റ്ററാണ് തരുന്നത്. അല്ലേ? ബൂട്ടോങ്കെ വൃത്താശ്രമം ഭേജനയ്ക്ക് വിരുത്ത് എക്ക് പോസ്റ്റർ തയ്യാർ കരെ എന്ന് ചോദിക്കാം. മുതിർന്നവരെ അല്ലെങ്കിൽ വയസ്സായവരെ വൃത്തസദനത്തിൽ അയക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഭംഗിയായിട്ട് ബോർഡറൊക്കെ കൊടുത്ത് ശക്തമായ ഹെഡിങ് ഒക്കെ കൊടുത്ത് ഇതുപോലെ പോസ്റ്റർ വരയ്ക്കണം. ബൂട്ടാപ്പ ദുസര ബച്പൻ. അല്ലേ? വൃത്താവസ്ഥ എന്ന് പറയുന്നത് വേറൊരു രണ്ടാമത്തെ ബച്പനാണ്. ബൂട്ടേ ഇതുപോലെ വലുതായിട്ട് കൊടുക്കണം. എന്നിട്ടത് ഹമാരി സംസ്കാരവും സംബന്ധിക്ക് കടി. നമ്മുടെ സംസ്കാരത്തിൻ്റെയും അതുപോലെ ബന്ധത്തിൻ്റെയും ഒരു ചങ്ങലയാണ്. വൃത്തോങ്കാ പാലൻ ധർമ്മക്കാ പാലൻ. ഇങ്ങനെ എഴുതുക. 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ഇത്. ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു പോസ്റ്ററാണിത്. രണ്ടാമത്തെ ചോദ്യം. മാംഗെ പ്രതി ബച്ചോങ്കാ വ്യവഹാർ കൈസാത്ത ക്യാ ഏക് ഉചിത് ഹേ ആപ്കാ റായ് ക്യാ ഹേ. അമ്മയെ സംബന്ധിച്ച് കുട്ടികളുടെ പെരുമാറ്റം എങ്ങനെയുള്ളതായിരുന്നു? ഇത് ഉചിതമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഉത്തരം. എക് ദിൻ മാംഗാ ഫാർ ബേട്ടോങ്കെ കന്തോം ഭർ ആഗയ. അല്ലേ? ഒരു ദിവസം അമ്മയുടെ ഭാരം കുട്ടികളുടെ ചുമലിലായി. ബച്ചോങ്കെ പ്രതി പ്യാർ और दुलार दिखाने वाली माँ बच्चों के आश्रय में आ गई. കുട്ടികളെ സംബന്ധിച്ച് സ്നേഹവും അതുപോലെ ലാളനയും കാണിക്കുന്ന അമ്മ കുട്ടികളുടെ എന്ത് ചെയ്തു? ആശ്രയത്തിൽ വന്നു. ബേട്ടെ മാതാക്കി ജിമ്മേദാരി ഏക്ക് ദൂസരേക്ക് കന്തോമ്പർ ഡാൽത്തേത്തെ. കുട്ടികൾ അമ്മയുടെ ജിമ്മേദാരി എന്ന് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം, അമ്മയുടെ ഉത്തരവാദിത്വം പരസ്പരം അവർ വഹിച്ചു എന്ന് പറഞ്ഞാൽ പരസ്പരം തോളിലേറ്റി. ഏക്ക് ഉചിത് നഹീം. ഇത് ഉചിതമല്ലെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്തെന്നാൽ ബൂട്ടാപ്പെ മേ മാതാജിക്ക് സംരക്ഷൺ ബച്ചോങ്ക ദായുത്ത് ഹേ. ദായുത്ത് ഉത്തരവാദിത്വം. അല്ലേ? വൃത്താവസ്ഥയിൽ അമ്മയെ സംരക്ഷിക്കേണ്ടത് കുട്ടികളുടെ ഉത്തരവാദിത്വമാണ്. ഇതാണ് ഇതിനുത്തരം. അടുത്തൊരു 3ാമത്തെ ചോദ്യം. സംഭാവിത ആശയ ചുനെ ഓർ താലികാക്കി പൂർത്തീകരെ. അവിടെ 3 പോയിൻ്റ് തന്നിട്ടുണ്ട്. ആ പോയിൻ്റ് പൂരിപ്പിക്കേണ്ട സ്ഥലത്ത് എടുത്ത് എഴുതണം. അല്ലേ? അപ്പോൾ ഒന്നാമത്തത് കന്തോമേ ആന. അല്ലേ? അതിന് ഉത്തരം അറിയാമല്ലോ. ആശ്രയമേ ആന. ഇനി ഹാത്തോം ഹാത്ത് രഹിന. അല്ല, അവിടെ കൊടുത്തിങ്ങനെ വാക്കേതായിരിക്കാം? സംഭാലന. ഇതുപോലെ തരണം ചോദിക്കാം 2 മാർക്കിന്. അടുത്തിന് 4ാമത്തെ ക്വസ്റ്റ്യൻ. പുൽബനിത്തി മാംസെ ക്യാ താൽപര്യ ഹേ. അതിന് ഉത്തരം നോക്കിയോ. പുൽ
പാലം എന്ന് ദോ കിനാരോങ്കോ ആപ്പസ്മീൻ ജോഡ്താ ഹെ. പാലം രണ്ട് വശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ഉസി പ്രകാരം അതുപോലെ എക്ക് പരിവാർക്കെ ഹർ സദസ്യക്കോ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ആപ്പസ്മേം പരസ്പരം ജോഡിനെ വാലി കടിഹേ മാം പരസ്പരം യോജിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ് അമ്മ. ഇസ്ലേ ഐസ കഹ് ഗയാ ഹെ. ബുട്ടാ രഹി ഹി മാം ഇസ്ക ആശയ ക്യാ ഹെ അല്ലേ? അഞ്ചാമത്തെ ചോദ്യമാണ്. മാ അപ്പനെ ബച്ചോങ്കെ ബീച്ച് പുൽത്തി. അമ്മ കുട്ടികൾക്കിടയിൽ ഒരു പാലമായിരുന്നു. മാം മാനസിക ഓർ ശാരീരിക രൂപസെ ദുർബൽ ഹോനെ ലഗി. അമ്മ മാനസികമായും ശാരീരികമായും ദുർബലമായിക്കൊണ്ടിരുന്നു. അബ് ബച്ചോങ്കോ സമ്പാലനയ്ക്ക് ശക്തി ഉന്മേ നഹി. ഇപ്പോൾ കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള ശക്തി അവർക്ക് ഇല്ല. അടുത്ത ആറാമത്തത് മാം ആക്കിർ മാം ഹി തോ ഇസ്സെ അപ്പനെ ക്യാ സമിച്ച. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? മാം ഹമേശ അപ്പനെ ബച്ചോങ്കി ഫലായി കീലേ ജീത്തെ ഹൈ. അമ്മ എപ്പോഴും തങ്ങളുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. മാ അപ്പനെ ബച്ചോങ്കെ ദുഃഖ് സമച്ചുക്കർ ഉന്നെ ദൂർ കർണേമേ പ്രയത്ന കർത്തി ഹേ. അമ്മ തൻ്റെ കുട്ടികളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. കന്തോമേ ആന മതലബ് ക്യാ ഹെ. ഇതിൻ്റെ ആശയം എന്താണ്? ദേഖ്ഭാൽ കി ജിമ്മേദാരി ആന അല്ലേ? എട്ടാമത്തത് ഹമാരെ കന്തോം സെ ഉദർ ഗയി മാം ഇസ്ക ആശയ ക്യാ. ഇതിൻ്റെ ആശയം എന്താണ്? ഇസ്ക ആശയ ഹെ കി മാം കാ അന്തിം യാത്ര ഹോഗയ അല്ലേ? അമ്മയുടെ അവസാന യാത്രയാണ് എന്നതിനെക്കുറിച്ചാണ്, അവസാന യാത്രയായി എന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. നിമ്നലിഖിത ആശയ കവിതാക്കി കിൻ കിൻ പന്തിയോമേ ഹേ. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ആശയമുണ്ട്, ഒരു വരി ഉണ്ടല്ലോ. മാംഗെ ചലേ ജാനേസെ ബേട്ടെ ബേസ് ഹാരേ ബനെ അല്ലേ? ഈ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ ഉണ്ട്. 2 വരി കവിത ഈ അർത്ഥം വരുന്ന ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കവിതയിൽ ഏത് വരിയാണെന്ന് ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. ഇതൊരെണ്ണം ചോദിക്കും പരീക്ഷയ്ക്ക്. और മാംഗെ കന്തോം സെ ഉദർത്തെ ഹി ഉദർ ഗയെ ഹമാരെ കന്തെ. ഇതാണ് ഈ അർത്ഥം വരുന്ന കവിതയിലെ വരികൾ. കവിതാക്ക പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖി. 4 മാർക്കിൻ്റെ ചോദ്യമാണ് അല്ലേ? ഒരു ടിപ്പണി തയ്യാറാക്കാൻ, കവിതയെ ആസ്പദമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. നോക്കോളൂ, എല്ലാം വേണം. ശ്രീ നരേന്ദ്ര പുണ്ടരീക് ഹിന്ദി കെ പ്രമുഖ കവി ഹേ. പുൽബനീത്തി മാം ഉൻകി സുന്ദർ കവിത ഹേ അല്ലേ? നരേന്ദ്ര പുണ്ടരീക് ഹിന്ദിയിലെ പ്രമുഖ കവിയാണ്. പുൽബനീത്തി മാം എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളരെ മനോഹരമായ ഒരു കവിത കൂടിയാണ്. ഇസ് കവിതാമേ കവിനെ മാതാക്കോ ബോസ് മാനനെ വാലി നയി പീഡിക്ക് സ്വാർത്ഥത കെ ബാരെ ബതാത്തെ ഹൈ. ഈ കവിതയിൽ കവി അമ്മയെ ഭാരമായി കരുതുന്ന പുതിയ തലമുറയുടെ സ്വാർത്ഥതയെക്കുറിച്ചാണ് പറയുന്നത്. കവി പറയുകയാണ് കി അതായത് മാം ബച്ചോങ്കെ പ്രതി പ്യാർ ഓർ ദുലാർ സെ രഖ്നെ വാലി ഹേ. അമ്മ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്നേഹവും ലാളനയും നൽകുന്ന ആളാണ്. പരിവാർക്കെ ഹർ സദസ്യക്കോ ആപ്പസ്മേ ജോഡനെ വാലി കടി ഹേ. അവർ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ്. പിതാക്കി മൃത്യുക്കെ ബാദ് ബച്ചോങ്കി ദേഖ്ഭാൽ മാം ഹി കർത്തി തി. അച്ഛൻ്റെ മരണശേഷം കുട്ടികളുടെ സംരക്ഷണം അമ്മയാണ് നടത്തിയിരുന്നത്. ധീരെ ധീരെ മാംകാ ശരീർ ക്ഷീണിത് ഹോ ഗയി. മെല്ലെ മെല്ലെ അമ്മയുടെ ശരീരം ക്ഷീണിച്ചു. ഓർ ആവാസ് ഫി ദുർബൽ ഹോ ഗയി. ശബ്ദവും ദുർബലമായിക്കൊണ്ടിരുന്നു. തബ് ബച്ചോങ്കോ മാലൂം ഹുവ. അപ്പോൾ കുട്ടികൾക്ക് തോന്നി കി അതായത് മാം ബൂട്ടാപ്പയ്ക്ക് ഓർ ബെഡ്ത്തി ഹി. അമ്മ വൃത്താവസ്ഥയിലേക്ക് കടക്കുകയാണെന്നും. ഏകദിനം ഒരു ദിവസം അപ്പനെ ബേട്ടോങ്കി കന്തോംബർ ആകയി. ഒരു ദിവസം അമ്മ തൻ്റെ കുട്ടികളുടെ ചുമലിൽ ആയി. മാംകി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേട്ടെ ബാണ്ട്ഖർ ചെലുത്തി തി. അമ്മയുടെ ദേഖ്ഭാൽ സംരക്ഷണം അല്ലെങ്കിൽ ഉത്തരവാദിത്വം കുട്ടികൾ പരസ്പരം ഷെയർ ചെയ്ത് അവർ ജീവിച്ചുകൊണ്ടിരുന്നു. ബച്ചോങ്ക ബോച്ച് സമച്ച്കർ വേ ബച്ചോങ്കെ കന്തോം സെ ഉദർ ഹി. ബച്ചോങ്ക ബോച്ച് അല്ലേ? കുട്ടികളുടെ ഈ ഭാരം മനസ്സിലാക്കിയിട്ട് അമ്മ എന്ത് ചെയ്തു? കുട്ടികളുടെ തോളിൽ നിന്ന് ഇറങ്ങി. മാംകി മൃത്യുക്കെ ബാദ് ബച്ചെ നിരാശരായി ബൻഗയെ. അമ്മയുടെ മരണശേഷം കുട്ടികൾ നിരാശരായി. സമകാലീൻ സമസ്യാവുങ്കോ കവിതാക്ക രൂപയും പ്രസ്തുത കർണമേയും കവി വിജയ് ഹോ ഗയി. സമകാലീന പ്രശ്നങ്ങളെ കവിതാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതിൽ കവി വളരെയധികം വിജയിച്ചിരിക്കുന്നു. ഇതുകൂടി നമ്മൾ എഴുതി ചേർക്കണം. ആജ് കെ സമാനമേയും ഇന്നത്തെ കാലഘട്ടത്തിൽ
ഏക കവിത ബഹുത്ത് പ്രാസംഗിക് ഹേ, വളരെയധികം പ്രാസംഗികമായിട്ടുള്ളതാണ് ഈ കവിത ഇന്നത്തെ കാലഘട്ടത്തിൽ. കൃത്യമായിട്ട് എല്ലാ ആൻസറെല്ലാം പഠിക്കണം.